SIR-ൽ അടിയന്തര നടപടികൾക്ക് സർക്കാർ അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കണം. നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം? സ്മൃതി, SIR-മായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയ സംസ്ഥാനത്ത് നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വോട്ടവകാശമുള്ള എല്ലാ ആളുകളെയും SIR-ൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു തീരുമാനമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ നിലവിൽ ഈ സ്ഥലത്ത് നിന്നും താമസം മാറിയവരുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രേഖകളില്ലാത്ത ആൾക്കാരുണ്ട്. മതിയായ രേഖകളില്ലാതെ SIR നടപടിക്രമങ്ങളിൽ ഭാഗമാകാൻ കഴിയാത്ത നിരവധി ആൾക്കാരുണ്ട്. അവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ രേഖകൾ നൽകണമെന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചനയിൽ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ രേഖകൾ കൈമാറാനായിട്ട് ഒരു ഫീസ് പോലും ഈടാക്കാൻ പാടില്ല. പ്രത്യേകിച്ചും SIR-ന്റെ കാലയളവിൽ നടക്കുന്ന ഈ നടപടിക്രമങ്ങൾ പ്രധാനമായിട്ടും K-സ്മാർട്ട് ആപ്പ് വഴി കിട്ടേണ്ടുന്ന ചില രേഖകളുണ്ട്. അത് കിട്ടാത്ത പക്ഷം സംസ്ഥാനത്ത് തന്നെ പഞ്ചായത്തുകൾ വഴി ആ രേഖകൾ, ആ സർട്ടിഫിക്കറ്റുകൾ കൈമാറണം. വളരെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥലം മാറി താമസിക്കുന്നവരാണ്. അവരെയും വേഗത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഏതെങ്കിലും ബൂത്ത് തലത്തിൽ BLO ഉദ്യോഗസ്ഥന്മാർ ഇല്ലെങ്കിൽ പകരം BLO ഉദ്യോഗസ്ഥന്മാരെ വളരെ വേഗത്തിൽ നിയമിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ വിരമിക്കൽ കാലാവധി മാറ്റേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അവധി വേണമെങ്കിൽ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ അവധി നൽകാവൂ എന്നുള്ള നിർദ്ദേശമാണ് സ്മൃതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.